ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശുദ്ധ റമദാനിലെ ശേഷിക്കുന്ന രാപ്പകലുകൾ കൂടുതൽ സജീവമാക്കുവാനും ഈ അനുഗ്രഹീത സമയങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് ധാരാളം പോരാട്ടങ്ങളും യുദ്ധങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. പലതിൻ്റെയും പേരിൽ ആളുകളെ കൊന്നൊടുക്കുകയും നിരപരാധികളെ കൊന്നു തീർക്കുകയും ചെയ്തിട്ടുള്ള നിരവധി സംഭവങ്ങൾക്ക് നമ്മുടെ ഈ ആയുസ്സിൻ്റെ പരിധിയിൽ തന്നെ പലതിനും നാം സാക്ഷികളായിട്ടുണ്ട്. നാം അത് കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലും ധാരാളം യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട്. യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ 27 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം തികച്ചും ന്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും മുസ്ലിങ്ങൾ ന്യായമായ കാരണങ്ങളാൽ അവർക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഈ മൊത്തത്തിലുള്ള യുദ്ധ ചരിത്രങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ, അത് പഠന വിധേയമാക്കുമ്പോൾ, ഈ യുദ്ധങ്ങളിൽ നിന്നെല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ബദർ യുദ്ധം. ഇസ്ലാമിലെ ഇതര യുദ്ധങ്ങളിൽ നിന്ന് തന്നെ ബദറിന് വേറെ ചില പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില പാഠങ്ങളെ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ അതിരിൽ നിന്നുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബദർ നമ്മോട് പറയുന്ന ചില സുപ്രധാനമായ പാഠങ്ങളുണ്ട്. സ്ഥായിയായ വിജയം ലഭിക്കാൻ നാം അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, മനുഷ്യന് ഭൗതിക ലോകത്ത് ആൾബലമുള്ളത് കൊണ്ടോ ആയുധബലമുള്ളത് കൊണ്ടോ പൂർണാർത്ഥത്തിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. ആയുധബലവും ആൾബലവുമാണ് വിജയത്തിന്റെ നിദാനവും മാനദണ്ഡവുമെങ്കിൽ ബദറിൽ ഒരിക്കലും മുസ്ലിങ്ങൾ വിജയിക്കുമായിരുന്നില്ല. ബദർ ഒന്ന് അതൊരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടതല്ല, യാദൃച്ഛികമായി സംഭവിച്ച കാര്യമാണ് ബദർ യുദ്ധം. മുസ്ലിങ്ങളുടെയും സ്വത്ത് ഉൾക്കൊള്ളുന്ന 50,000 ദീനാറിന്റെ മൂല്യമുള്ള കച്ചവട ചരക്കുമായി അബൂ സുഫിയാൻ, അന്ന് മുശ്രിക്കാണ്, അദ്ദേഹം ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നു. അവിടുന്ന് തിരിച്ചു വരുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. ആ കച്ചവട സംഘത്തെ പിടികൂടുക, അതിൽ തങ്ങളുടെയും സ്വത്തുണ്ട്. ഇതിനു വേണ്ടി പുറപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ സ്വഹാബികൾ.
ധാരാളക്കണക്കിന് സ്വഹാബികൾ അതിൽ പങ്കെടുത്തിട്ടുമില്ല, പങ്കെടുക്കാത്തവരെ ആക്ഷേപിച്ചിട്ടുമില്ല. കാരണം അതൊരു യുദ്ധത്തിനുള്ള പുറപ്പെട്ടു പോയതല്ല. വളരെ പരിമിതമായ ആയുധങ്ങളാണ് മുസ്ലിങ്ങളുടെ പക്ഷത്ത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആകെ 2 കുതിരകളാണ് മുസ്ലിങ്ങൾക്ക് ബദർ യുദ്ധത്തിലുള്ള ഒരു വാഹനം എന്ന് പറയുന്നത്. ഒട്ടകങ്ങളുടെ കണക്കുകൾ പറയുമ്പോൾ 70 ഒട്ടകമാണ് ആകെ മുസ്ലിങ്ങളുടെ പക്കൽ അന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ യാത്ര ചെയ്യണം. അന്നത്തെ യാത്ര നമ്മൾ വിചാരിച്ചതിനും അപ്പുറം ദുർഘടമാണ്. മരുഭൂമിയിലൂടെയുള്ള ഈ തീഷ്ണമായ ചൂട് സഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അവർക്ക് ഓരോരുത്തർക്കായി യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളില്ല. 70 ഒട്ടകങ്ങളാണ് ആകെ യാത്ര ചെയ്യാൻ 313 പേർക്ക് ഉള്ളത്. ഊഴം വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. പറഞ്ഞാൽ ഒരൊട്ടകത്തിന്റെ പുറത്ത് ഒരാൾ കയറും, 2 ആൾ നടക്കും, ഒരു 3 ആൾക്ക് ഒരു ഒട്ടകം വീതമൊക്കെയാണ് ഉണ്ടായിരുന്നത്. 2 ആളുകൾ നടക്കുമ്പോൾ ഒരാൾ ഒട്ടകപ്പുറത്തിരിക്കും. അദ്ദേഹത്തിന്റെ ഊഴം കഴിയുമ്പോൾ പിന്നെ അടുത്ത ആള് കയറും. ഇങ്ങനെയാണ് അവർ യാത്ര ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വേറെ 2 സ്വഹാബികളും കൂടിയാണ് ഒരൊട്ടകത്തെ പങ്കിട്ടെടുത്തിരുന്നത് എന്ന് കാണാം. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ നിങ്ങൾ നടക്കണ്ട, നിങ്ങൾ ഒട്ടകപ്പുറത്തിരുന്നോളൂ, ഞങ്ങൾ നടന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, എനിക്കും കൂലി കിട്ടണം എന്നാണ്. നടന്നിട്ടുള്ള കൂലി എനിക്കും കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സാധാരണ ഒരു നേതാവിനെ പോലെ കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ളൊരു നേതാവിനെ ചരിത്രത്തിൽ വേറെ നമുക്ക് എത്ര പരതിയാലും കണ്ടെത്താൻ സാധ്യമല്ല. സ്വഹാബികളോട് ഒന്നിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നു. ഇങ്ങനെ ഊഴം വെച്ച് നടന്ന് അങ്ങനെയാണ് അവർ ബദറിൽ എത്തുന്നത്. ഇതാണ് അവരുടെ ആയുധം എന്ന് പറയുന്നത്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഇത്രയും പരിമിതമായ ആയുധങ്ങളാണ്, ആൾഫലമാണ് വിശ്വാസികൾക്കുണ്ടായിരുന്നത്. മറുപക്ഷത്തുള്ള ആളുകൾ യുദ്ധത്തിന് കരുതിക്കൂട്ടി വന്നവരാണ്, ഒരുങ്ങി പുറപ്പെട്ടു വന്നവരാണ്. മുസ്ലിം സൈന്യത്തിന്റെ 3 ഇരട്ടിയാണ് അപ്പുറത്തുള്ളത്. അവർക്കാകട്ടെ എത്ര ഒട്ടകമുണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർ തിട്ടപ്പെടുത്തി പറയുന്നില്ല. കണക്കാക്കാൻ കഴിയാത്തത് എന്നാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. കൃത്യമായി എണ്ണം പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ. 600 പടയങ്കിയാണ് അന്നത്തെ യുദ്ധത്തിൽ കാര്യമായി ഉപയോഗിക്കുന്നതാണ് പടയങ്കി. 600 പടയങ്കിയും 100 കുതിരയും മുസ്ലിം സൈന്യത്തിന്റെ 3 ഇരട്ടി വരുന്ന ആൾബലവും ഇവരുമായിട്ടാണ് മുസ്ലിം സൈന്യം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയമുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിജയം, സമാനമായൊരു വിജയം ചരിത്രത്തിൽ വേറെ നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധ്യമല്ല. അത്ര കണ്ടൊരു വിജയം അവർക്ക് കിട്ടുന്നതിന്റെ പ്രധാന പാഠങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ബദർ നൽകുന്ന പാഠം നിത്യപ്രസക്തമാണ്. അത് ഇന്നും പ്രസക്തമാണ്, എന്നും അത് പ്രസക്തമാണ്. ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാഹുമായുള്ള അവരുടെ അഗാധമായ ബന്ധമായിരുന്നുവെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുള്ളത്,
വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ, ബദറിൽ അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ വളരെ ആയുധങ്ങളെ കുറഞ്ഞ പതിതരായിരുന്നു. പതിതർ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ശക്തിയുടെ വിഷയത്തിൽ നിങ്ങൾ പിന്നിലായിരുന്നു എന്നർത്ഥം. എന്നിട്ടും അവർക്ക് വിജയം കിട്ടിയതിന്റെ കാരണം വിശ്വാസമാണ്. അവരുടെ ബന്ധം മുഴുവൻ, അവരുടെ വിശ്വാസം അല്ലാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ചരിത്രം ബദറുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ പരിശോധിച്ചാൽ അവിടെ വിശ്വാസത്തിന്റെ ആഴവും പരപ്പും ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തിട്ടപ്പെടുത്താൻ സാധ്യമല്ല, ഏറെക്കുറെ നമുക്കത് ഗ്രഹിക്കാം. അവരുടെ ഈമാനിന്റെ ഫലം ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഓടിച്ചു പറയാം. ബദറിന്റെ ചരിത്രം ഇവിടെ വിശദമായി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബദറിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. അതിലെ സുപ്രധാനമായ പാഠങ്ങളിൽപ്പെട്ടതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്ന ചില വ്യക്തമായ ചിത്രങ്ങൾ ചരിത്രത്തിൽ നമുക്ക് പ്രത്യേകമായി അടയാളപ്പെടുത്തിയതായി കാണാം. അതിലൊന്ന് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ആണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പതാകവാഹകൻ. അദ്ദേഹം നിസ്തുലമായ ത്യാഗം സഹിച്ച് പടപൊരുതിയിട്ടുള്ള ഒരു സ്വഹാബിയാണ്, മറ്റുള്ളവരെ പോലെ തന്നെ എന്ന് നമുക്കറിയാം. യുദ്ധം കഴിയുമ്പോ തന്റെ സഹോദരനെ ഒരു അൻസ്വാരി സഹോദരൻ മറുപക്ഷത്താണ്, മുശ്രിക്കാണ്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടപ്പിറപ്പായ മുശ്രിക്കിനെ അൻസ്വാരിയാകുന്ന ഒരു സ്വഹാബി ബന്ദിയായി പിടിച്ചു കൊണ്ടുപോകുന്നത് സഹോദരൻ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു കാണുന്നു. ആ സമയത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അൻസ്വാരിയായ സ്വഹാബിയോട് പറയുകയാണ്, അവനെ മുറുക്കി കെട്ടിക്കോ, നല്ല ഭദ്രമായി കെട്ടിക്കോ. കാരണം അവന്റെ ഉമ്മ വലിയ പണക്കാരിയാണ്. അതുകൊണ്ട് ഒരു നിലക്കും അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് എന്ന് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അൻസ്വാരിയായ സ്വഹാബി സഹോദരനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരൻ മുസ്അബ് റളിയല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നത്, അദ്ദേഹം പ്രതികരിക്കുന്നത്, ഞാനും നീയും കൂടപ്പിറപ്പാണ്, ഒരു കൂടപ്പിറപ്പിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ നിന്റെ സഹോദരനല്ലേ എന്നർത്ഥത്തിൽ ചോദിക്കുമ്പോ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അതിന് നൽകുന്ന മറുപടി, നീ എന്റെ സഹോദരൻ അല്ല എന്ന്. ആദർശപരമായി നമ്മൾ രണ്ട് ചേരിയിലാണ്. യഥാർത്ഥ സാഹോദര്യം എന്ന് പറയുന്നത് ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഊട്ടപ്പെട്ടതാണ്. നമ്മുടെ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളാണ്. രക്തബന്ധത്തിലുള്ള സഹോദരങ്ങളെക്കാൾ ഉദാത്തമായ ബന്ധമാണ്, സാഹോദര്യമാണ് ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യ ബന്ധം. യഥാർത്ഥത്തിൽ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നീ എന്റെ സഹോദരനല്ല, എന്റെ സഹോദരൻ എന്നെ പിടിച്ചു കെട്ടുന്ന അൻസ്വാരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈമാനിന്റെ ഉജ്ജ്വലമായ മാതൃക നമുക്ക് അവിടെ കാണാൻ പറ്റും. മറ്റൊരു സംഭവമാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു യുദ്ധരംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ മറുപക്ഷത്താണ്, മുശ്രിക്കാണ്. അന്ന് മുശ്രിക്കാൻ, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞ് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ അദ്ദേഹം മുസ്ലിമായ ശേഷം വാപ്പാനോട് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ബദറിൽ നിങ്ങളെ വകവരുത്തുവാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ വാപ്പയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കിയതാണ്. അതിന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രതികരണം ഇപ്രകാരമാണ്, എന്നാൽ ബദറിലെങ്ങാനും ആ യുദ്ധരംഗത്തെങ്ങാനും നിന്നെ വകവരുത്തുവാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഒരു നിമിഷം നിന്നെ ഞാൻ വെച്ചേക്കില്ലായിരുന്നു എന്നാണ്. കാരണം ഇത് ആദർശപരമായ ബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദർശപരമായ ബന്ധമാണ്.
ഇവിടെ വാപ്പയും മകനും എന്ന് പറയുന്നത് അവിടെ രക്തബന്ധമാണ്. ആ രക്തബന്ധത്തെക്കാളേറെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഊന്നൽ നൽകിയത് ആദർശ ബന്ധത്തിനാണ്. മറ്റൊരു സംഭവത്തിൽ നമുക്ക് കാണാം, മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ വാപ്പയാണ് ഉത്ബ എന്ന് പറയുന്നത്. ഉത്ബ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കൊടിയ ശത്രുവാണ്. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പക്ഷത്ത് അപ്പുറത്ത് മറുപക്ഷത്ത് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ എല്ലാ സന്നാഹങ്ങളോടും കൂടെ വന്ന ആളാണ്. അയാളെ ആദ്യഘട്ടത്തിൽ തന്നെ ദ്വന്ദ്വ യുദ്ധത്തിൽ തന്നെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി വധിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ് അവിടെ വധിക്കപ്പെട്ട 70 പേരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ നേതാക്കളാണ്. ഈ വധിക്കപ്പെട്ട ആളുകളുടെ ഭൗതിക ശരീരം ഖലീബ് എന്ന് പറയുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ മറമാടുകയാണ് ഉണ്ടായത്. തന്റെ വാപ്പയുടെ ഭൗതിക ശരീരം അഥവാ ഉത്ബയുടെ ശരീരം ഇങ്ങനെ വലിച്ച് പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോകുന്നത് മകൻ അബൂ ഹുദൈഫ നോക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അബൂ ഹുദൈഫ, സ്വന്തം വാപ്പനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ നിനക്ക് വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മഹാനായ ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, വാപ്പയെ വലിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് എന്റെ വാപ്പാക്ക് നല്ല ബുദ്ധിയുണ്ടായിരുന്നു, നല്ല വിവേചന ശേഷിയുള്ള കാര്യബോധമുള്ള ആളായിരുന്നു. പക്ഷെ ആ കാര്യബോധമൊന്നും ദീൻ കണ്ടെത്തുവാനും അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് അയാൾ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടം എന്നാണ് മഹാനായ ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകകളും അതിന്റെ ജ്വലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വിശ്വാസമാണ് അവർക്ക് ഉന്നതമായ വിജയം നേടിക്കൊടുത്തത്. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ്, അത്രയും ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് നാളെ ബദർ യുദ്ധം നടക്കാൻ പോകുകയാണെങ്കിൽ ഇന്ന് രാത്രി അവർ സുഖമായി ഉറങ്ങിയിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നാളെ തങ്ങളുടെ 3 ഇരട്ടിയോളം വരുന്ന 3 ഇരട്ടിയുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. തങ്ങളുടെ 3 ഇരട്ടി വരുന്ന സൈന്യത്തോട് നാളെ നമ്മൾ എതിരിടാൻ പോകുകയാണ് എന്ന ഉറച്ച വിശ്വാസമുള്ള സ്വഹാബികൾ നാളെ പകലത് നടക്കാൻ പോകുമ്പോഴും ഇന്ന് രാത്രിയിൽ അവർ സുഖമായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത്രയും സ്വസ്ഥമാണ് മനസ്സ്, ശാന്തമാണ് മനസ്സ്. ആ ശാന്തതയും സ്വസ്ഥതയും കിട്ടുന്നത് ഈമാനിന്റെ ബലം കൊണ്ടാണ്. ഈമാനിന് ബലമുണ്ടാകുമ്പോഴേ അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീടുള്ളത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സഹാബികളും ഉറങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ഉറങ്ങി. അത് സമാധാനമല്ല, കഴിഞ്ഞിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവനും നമസ്കരിച്ചും കരഞ്ഞും പ്രാർത്ഥിച്ചും നേരം പുലരുന്നതുവരെ രാത്രിയെ സജീവമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്ത കാര്യം നീ നടപ്പിലാക്കണം, വിജയം തരാം, രക്ഷ തരാം എന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം നീ നടപ്പിലാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ വേറെയും പ്രാർത്ഥനകൾ കാണാം, അല്ലാഹുമ്മ ലാ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, അല്ലാഹുവേ ഒരു കൊച്ചു സംഘമാണിത്, ഇതിനെ നീ പരാജയപ്പെടുത്തരുത്. ഈ കൊച്ചു സംഘമെങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കുവാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഈ നിർണായകമായ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനമുരുകി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ അബൂജഹലിന്റെ ഒരു പ്രാർത്ഥന കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അബൂജഹലും പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂജഹലിന്റെ പ്രാർത്ഥനകൾ
വ്യത്യസ്തമായ റിവായത്തുകളിൽ നമുക്ക് കാണാം. അയാൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിം വആതാനാ ബിമാ ലാ നഅരിഫ് ഫഹിൻഹു അൽഗദാത് അല്ലാഹുമ്മ അയ്യുനാ കാന അഹബ്ബ ഇലൈക വഅർള ഇൻദക ഫൻസുർഹുൽ യൗം. അല്ലാഹുവേ, സ്വഹാബിന്റെ പ്രാർത്ഥനയല്ല, അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കുടുംബ വിച്ഛേദനം, കുടുംബം ബന്ധം വിച്ഛേദിക്കുന്നവൻ ആരാണോ അവനെ, ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത ആദർശം കൊണ്ടുവന്നത് ആരാണോ അവനെ നീ നാളെ പരാജയപ്പെടുത്തണേ, നശിപ്പിക്കണേ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണോ അവരെ നീ വിജയിപ്പിക്കുകയും ചെയ്യണേ എന്നാണ്. ഒരർത്ഥത്തിൽ ഈ പ്രാർത്ഥന അബൂജഹലിന് എതിരായി മാറുകയാണ് ചെയ്തത്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ നീ വിജയിപ്പിക്കണേ എന്നാ പ്രാർത്ഥിച്ചത്. വിജയം മുസ്ലിങ്ങൾക്കാ കിട്ടിയത്. അപ്പൊ മുസ്ലിങ്ങളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, മുസ്ലിങ്ങൾക്കാണ് രക്ഷ കിട്ടിയത്. ഇപ്പൊ അബൂജഹലിന്റെ പ്രാർത്ഥന ബൂമറാങ്, നേരെ തിരിച്ചടിച്ചു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, അബൂജഹലിന്റെ പ്രാർത്ഥന തുടങ്ങുന്നതും അല്ലാഹുമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന തുടങ്ങുന്നതും അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാളും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ യുദ്ധം ചെയ്തത്? അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ് യുദ്ധം ചെയ്തത്. ലോകത്തെ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ്? ആകാശത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവും മുദബ്ബിറുൽ ആലം ആരാണ്? മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? സർവാധിപത്യമുള്ളത് ആർക്കാണ്? ആരുടെയും അഭയം ആവശ്യമില്ലാത്ത എല്ലാവർക്കും അഭയം നൽകുന്നവൻ ആരാണ് എന്ന ചോദ്യങ്ങൾക്കൊക്കെ അല്ലാഹുവാണ് എന്ന് മറുപടി പറഞ്ഞിരുന്ന ഒരു ജനതയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടുള്ളത്. അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനതയോട് എന്തിന് റസൂലുള്ളാഹി യുദ്ധം ചെയ്യണം? എന്താണ് വ്യത്യാസം? വ്യത്യാസത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് മാത്രം എന്നതാണ്. വിശ്വാസികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കൂ. അബൂജഹൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വിപൽ ഘട്ടങ്ങളിൽ മാത്രം അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ഖൗമിന് നേരെ എതിരാണ്. അവർ വിപൽ ഘട്ടങ്ങളിൽ മഹാരഥന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കും, ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കും. ഒരു പള്ളിയുടെയും സ്ഥാപനത്തിന്റെയും നിർമ്മാണത്തിലും അതിന്റെ നിർമ്മാണത്തിന്റെ പുരോഗതിയിൽ ചില തടസ്സങ്ങൾ വന്നപ്പോൾ ബദരീങ്ങളെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അതിന് പരിഹാരമുണ്ടായി എന്ന് വലിയ വലിയ പണ്ഡിതന്മാർ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അബൂജഹൽ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവരോടാണ് റസൂലുള്ളാഹി യുദ്ധം ചെയ്തതിന് കാരണം അവരുടെ പ്രാർത്ഥന അത് രണ്ട് തരത്തിലാണ്. ചിലപ്പോൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും, ചില ഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. ഏതായിരുന്നാൽ നമ്മളിവിടെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും അടിയുറച്ച വിശ്വാസവും അവരുടെ പ്രാർത്ഥനയുമാണ്, അള്ളാഹുമായുള്ള അവരുടെ അങ്ങേയറ്റത്തെ ബന്ധമാണ് അവർക്ക് വിജയം നേടിക്കൊടുത്തത്. ഇത് നമ്മോട് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളും അള്ളാഹുവിനോട് ഈ ഒരു വിധത്തിലുള്ള ബന്ധം നമുക്കുണ്ടായാൽ നമ്മുടെ പ്രതിസന്ധികൾ മുഴുവനും പരിഹരിക്കാൻ പറ്റും. ആൾബലമായതുമല്ല പ്രധാനം, ആദർശബലമാണ്. അള്ളാഹുവിനോടുള്ള ബന്ധത്തിന് എത്ര കണ്ട് കട്ടിയും ഘനവുമുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക എന്ന് ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയതായി കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, സ്വഹാബത്തിന്റെ അനുസരണവും അവരുടെ ആത്മാർപ്പണവുമാണ് അവർക്ക് വിജയം നേടിക്കൊടുത്തതിന്റെ പ്രധാന ഘടകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് ബദറിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തുന്നു. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസ്വാരികളെയും മുഹാജിറുകളുമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അഭിപ്രായം ചോദിക്കുന്നു.
അദ്ദേഹം പറഞ്ഞു, അദ്ദേഹമാണ് ഒരു വിഭാഗത്തിന്റെ നേതാവ്. അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചവരാണ്, അങ്ങേക്ക് ഞങ്ങൾ സംരക്ഷണം നൽകും, ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു പോകുന്നതല്ല. താങ്കൾക്ക് കൺകുളിർമയുണ്ടാകുന്ന അനുഭവങ്ങൾ ഈ യുദ്ധത്തിൽ ഞങ്ങളിൽ നിന്ന് താങ്കൾക്ക് കാണാം. അതുകൊണ്ട് എന്ത് കൽപ്പിച്ചാലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ താങ്കളുടെ കൂടെ ഉറച്ചു നിൽക്കും. താങ്കൾ ഞങ്ങളോട് ഈ സമുദ്രത്തിൽ മുങ്ങാൻ പറഞ്ഞാൽ അതിൽ മുങ്ങും. ബർഖുൽ ഖിമാദ് എന്ന് പറയുന്ന ദൂരദിക്കിലേക്ക് പുറപ്പെടാനാണ് ആജ്ഞയെങ്കിൽ അതനുസരിക്കും. അങ്ങെന്ത് കൽപ്പിച്ചാലും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, താങ്കൾ ഞങ്ങളോട് കൽപ്പിച്ചാൽ എന്ത് കൽപ്പിച്ചാലും അത് ഞങ്ങൾ പൂർണ്ണമായും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അങ്ങയുടെ കൽപ്പനക്കെതിർ പ്രവർത്തിക്കുകയില്ല. മൊത്തത്തിൽ അവർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കമായി മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലർ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ അനുസരണക്കേട് ഞങ്ങളിൽ ഒരിക്കലും ഉണ്ടാവില്ല. താങ്കൾ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വാക്ക് കൊടുക്കുന്നു. പറഞ്ഞതുപോലെ അവർ അക്ഷരാർത്ഥത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അനുസരണവും ആത്മസമർപ്പണവുമാണ് വിശ്വാസികൾക്ക് വിജയം നേടിക്കൊടുത്തത് എന്നതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമായി ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത് വിനയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന്റെ ഉജ്ജ്വല മാതൃക നമുക്ക് ബദറിൽ കാണാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളുമായി തമ്പടിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തും. യുദ്ധത്തിൽ ഏറെ പ്രാവീണ്യമുണ്ടായിരുന്ന ഹുബാബ് റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, ഈ സ്ഥലം താങ്കൾ, ഈ തന്ത്രപ്രധാനമെന്ന് താങ്കൾ പറയുന്ന, താങ്കൾക്ക് തോന്നുന്ന ഈ സ്ഥലം, അത് താങ്കൾ സ്വന്തമായി തന്നിഷ്ടത്തോടുകൂടെ, അഥവാ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ താങ്കൾ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്തതാണോ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് ഞാൻ എന്റെ സ്വന്തം വീക്ഷണത്തിൽ, എന്റെ ഒരു പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. ഹുബാബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതെങ്കിൽ ഒന്നും പറയാനില്ല, ഇതന്നെയാണ് എന്റെ സ്ഥലം. അതല്ല, താങ്കളുടെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തമ്പടിക്കാൻ ഈ സ്ഥലം താങ്കൾ തിരഞ്ഞെടുത്തതെങ്കിൽ തമ്പടിക്കാൻ പറ്റിയ സ്ഥലം ഇതല്ല. എന്നിട്ട് അദ്ദേഹം ഒരുപാട് കിണറുകളും വെള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം പറയുന്നു. അവിടെ നമുക്ക് തമ്പടിക്കാം. അവിടെ ജല സംഭരണികളൊക്കെ നമ്മുടെ കൈവശപ്പെടുത്തതൊക്കെ യുദ്ധതന്ത്രമാണ്, അത് നമുക്ക് കൈവശപ്പെടുത്താം. അതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, താങ്കൾ പറഞ്ഞതാണ് ശരി എന്നാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒരു സാധാരണ സ്വഹാബിയുടെ അഭിപ്രായം സ്വീകരിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. ആ ഒരു വിനയം മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ആശയത്തിലുള്ള ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദറിന്റെ ശേഷം നമ്മൾ കാണുന്ന ബന്ദികളോടുള്ള റസൂലുള്ളാഹിയുടെ മാന്യമായ പെരുമാറ്റം. 70 ആളുകളാണ് മുശ്രിക്കുകളെ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടത്. 70 പേരെ മുസ്ലിങ്ങൾ ബന്ദികളായി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, 3 ഇരട്ടി വരുന്ന സൈന്യത്തിലെ 70 പേര്, അതും അവരുടെ തലതൊട്ടപ്പന്മാരെ വധിക്കുകയും 70 പേര് ബന്ദികളായി പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. ഈ ബന്ദികളായി പിടിച്ചു കൊണ്ടുപോയ ആളുകളോട് അവരോട് മാന്യമായി പെരുമാറണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. തന്നെ നീണ്ട 13 വർഷക്കാലം മദീനയിൽ അതിശക്തമായ പീഡനങ്ങൾക്ക് വിധേയരാക്കിയ
തന്റെ പല അനുചരന്മാരെയും നിഷ്ഠൂരമായി വധിച്ചിട്ടുള്ള പലരെയും കയ്യിൽ കിട്ടിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് അവരെ നിഷ്കരുണം വധിക്കണമെന്നല്ല, അവരോട് മാന്യമായി പെരുമാറണം എന്നാണ്. അവർക്ക് നല്ല ഭക്ഷണം നൽകണം. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മോചനദ്രവ്യം നൽകി നിങ്ങൾക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരാകാം. അവരോട് പറഞ്ഞു, നിങ്ങളിൽ അക്ഷരാഭ്യാസമുള്ള ആളുകൾ, മുസ്ലിങ്ങളിലെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുകയാണ് എങ്കിൽ അത് മോചനദ്രവ്യമായി സ്വീകരിച്ച് ഞങ്ങൾ വെറുതെ വിടാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് ദീൻ കാണുന്ന ഒരു പ്രാധാന്യം കൂടെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായി സഹോദരന്മാരെ, ഈ ബദർ യുദ്ധത്തിന്റെ പലതവണ ഖുറൈശികളിൽപ്പെട്ട മറുപക്ഷത്തുള്ള പലരും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടു, മക്കയിലെത്തി, അതിന് മുസ്ലിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല, ഇനിയിപ്പോ യുദ്ധത്തിന്റെ ആവശ്യമില്ല, അപ്പുറത്തുപ്പുറത്തുള്ള നമ്മുടെ സഹോദരന്മാരാണ്, അതുകൊണ്ടൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പോകാം എന്ന് പലരും പറഞ്ഞു നോക്കിയെങ്കിലും അബൂജഹലിന്റെ പിടിവാശിയാണ്, അയാളുടെ അഹങ്കാരവും ഗർവവുമാണ് ബദർ യുദ്ധത്തിനുണ്ടായ ഒരു പ്രധാന കാരണമായി കൂടെ പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അവന്റെ ഗർവാണ്. അവൻ പറഞ്ഞത്, എന്തായാലും യുദ്ധം ചെയ്ത് മുഹമ്മദിനെയും കൂട്ടരെയും നിലംപരിശാക്കിയിട്ട് ഇനി നമ്മൾ മക്കയിലേക്ക് മടങ്ങുകയുള്ളൂ. അവന്റെ പിടിവാശിക്ക് മുമ്പിൽ ബാക്കിയുള്ള ആളുകൾ അതിന് വിധേയരാകുകയായിരുന്നു എന്ന് ചരിത്രം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം എന്താ സംഭവിച്ചത്? ഏറ്റവും കൂടിയ ധിക്കാരിയായ അബൂജഹലിനെ മുസ്ലിങ്ങളിൽപ്പെട്ട 2 ചെറിയ കുട്ടികളാണ് കൊന്നുകളഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിൽ പങ്കെടുക്കാവുന്ന പ്രായമേ ഉള്ളൂ. 2 കുട്ടികളാണ് അയാളെ വധിച്ചു കളഞ്ഞിട്ടുള്ളത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. കൊടിയ ധിക്കാരിക്ക് ഏറ്റവും നിന്ദ്യമായ ശിക്ഷ. അവനിങ്ങനെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് അവന്റെ താടി പിടിച്ച് പൊക്കി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അയാളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴെങ്ങനെയുണ്ട്? ആ സമയത്തും മരണത്തിന്റെ അന്ത്യനിമിഷത്തു പോലും അഹങ്കാരത്തിന്റെയും ഗർവിന്റെയും 1% പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും അവൻ പറയുന്നത്, എന്നെ വളരെ ചെറിയ 2 ആളുകൾ അല്ലെങ്കിൽ ചില കർഷകരാണ് എന്നെ കൊന്നത് എന്നതാണ് എന്റെ സങ്കടം. നിങ്ങളിൽപ്പെട്ട കാര്യപ്പെട്ട ആൾ എന്നെ കൊന്നില്ലല്ലോ, ചെറിയ കുട്ടികളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ടതാണ് എന്റെ സങ്കടം എന്ന് പറഞ്ഞപ്പോഴും ഗർവിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എത്ര വലിയ ഗർവുള്ളവരും അഹങ്കാരികളായാലും ശരി, അതിനൊക്കെ ഒരു അറുതിയുണ്ടാകും. ഇന്ന് നമ്മൾ വർത്തമാനകാലത്ത് ഇപ്പോൾ നമ്മൾ ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും ഗർവിന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ രേഖയും ചിത്രവുമാണ്. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രായേലും അവരുടെ ഗർവ് പ്രകടിപ്പിക്കുന്ന മാർഗവും രീതിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ പിഞ്ചോമനകളെ ബോംബിട്ട് തകർക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഒരർത്ഥത്തിലും ന്യായീകരിക്കുക സാധ്യമല്ല. മറുപക്ഷത്തുള്ള ആളുകൾ അവരുടെ അധികാരത്തിന്റെ അവരുടെ രാജ്യത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കുക എന്നുള്ളത് ന്യായീകരിക്കാൻ പറ്റില്ല, ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റില്ല എന്നത് ശരിയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ വധിക്കപ്പെടുന്ന സ്വഹാബികളെ നിന്ദ്യരായി കാണുന്ന, സ്വഹാബികളെ കാഫിറുകളായി ചിത്രീകരിക്കുന്ന, സ്വഹാബികൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്ന ആളെ വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് രക്തസാക്ഷിത്വത്തിന്റെ പട്ടം അണിച്ചു കൊടുക്കുന്നതും ശരിയല്ല. രണ്ടും ശരിയല്ല എന്ന് വിചാരിച്ച ഇവിടെ അധിനിവേശത്തെയും അമേരിക്കയുടെ കടന്നാക്രമണത്തെയും നമ്മൾ അംഗീകരിക്കുന്നില്ല, അതും തെറ്റാണ്. ഇത്തരത്തിൽ വധിക്കപ്പെടുന്ന ആളുകൾക്ക് രക്തസാക്ഷിയുടെ അവർക്കുള്ള പരിവേഷം നൽകുന്നത്, രക്തസാക്ഷി പട്ടം ധരിപ്പിച്ചു കൊടുക്കുന്നത്, അത് ഏതായിരുന്നാലും ന്യായീകരിക്കാൻ സാധ്യമല്ല. പ്രമാണങ്ങൾ അത് അംഗീകരിക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. ഒന്ന്, മഹാരഥന്മാരായ സ്വഹാബാ കിറാമിലെ എണ്ണപ്പെട്ട ചില ആളുകളെ മാത്രം ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള ആളുകളൊക്കെ കാഫിറുകളാണ് എന്ന് പറയുന്ന ആളുകളാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇപ്പോഴും അവർ വ്യഭിചാരിണിയാണ്, മഅദല്ലാഹ്, അങ്ങനെ പറയുന്ന ആളുകളാണ്. മിമ്പറിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും
ലഅനത്ത് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഒരു ആരാധനയുടെ ഭാഗമായി കാണുന്ന ആളുകളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകന്റെ മഖ്ബറയുണ്ടാക്കി അയാളെ പുണ്യപുരുഷനായി കണ്ട് അവിടെ മഖ്ബറയുണ്ടാക്കി അവരെ ആരാധിക്കുന്ന ആ വിധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ശത്രു പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ അപൂർണമാണ് എന്ന് പറയുന്ന ആളുകളാണ്. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അത് അപൂർണമാണ്. അതിൽ പല സൂറത്തുകളും അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹും അവർ അത് വെട്ടിമാറ്റിയിട്ടുണ്ട്. യഥാർത്ഥ ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് എന്ന് പറയുന്ന ആളുകളാണ്. ഇങ്ങനെ തുടങ്ങി അവസാനം അന്ത്യനാളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവർക്ക് വ്യഭിചാരത്തിനുള്ള ശിക്ഷ നൽകും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ആളുകൾക്ക് അവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതൊരു ഭാഗത്തുണ്ടെങ്കിലും ഈ ഒരു വശം നമ്മൾ ഈ സന്ദർഭത്തിൽ മറന്നു പോകരുത്. ഇസ്ലാമിനെ ഏറെ ശത്രുത കാണിക്കുന്ന, ഏറെ ഇസ്ലാമിനോട് പകവീട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇസ്ലാമിനോടൊരു ലെവലേശം കൂറുണ്ടെങ്കിൽ കഅബക്ക് നേരെ മിസൈൽ വിടുമോ? എത്രയോ തവണ മത്വാഫിൽ സ്ഫോടനമുണ്ടാക്കിയിട്ടുണ്ട്. മലിക് അബ്ദുൽ അസീസ് ഒരിക്കൽ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു ഷിയ റാഫിളി കടാര ഊരി അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ രാജാവിനെ പ്രതിരോധിക്കാൻ വന്ന അംഗരക്ഷകർ പലരും വധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഹറമിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ശേഷമാണ് രാജാവിന് തവാഫ് മുഴുവനാക്കാൻ സാധിച്ചത് എന്നുള്ളത് ചരിത്രമാണ്. ഇതൊന്നോ രണ്ടോ തവണയല്ല, എത്രയോ തവണ മതാഫിൽ രക്തം ചിന്താൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. ഇത്തരം ആളുകളെ അവരെ ദീനിന്റെ ആളുകളായി, ദീനിന്റെ വലിയ നേതാക്കളായി കാണുന്നത് പ്രമാണം അതിനോട് യോജിക്കുന്നില്ല. നാം പ്രമാണത്തിന്റെ കൂടെ നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ബദർ യുദ്ധം അതിൻ്റെ കൊടുമ്പിരിക്കൊള്ളുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, 7 ആകാശങ്ങളെയും 7 ഭൂമിയെക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുക, അഥവാ യുദ്ധം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞപ്പോ ഉമൈർ ഇബ്നുൽ ഹുമാം എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമാണോ സ്വർഗം? അതെ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ബഹിൻ 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 എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സാഹിത്യപരമായ ഒരു ശൈലിയാണ് ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂൽ പറഞ്ഞു, താങ്കൾ അതിന്റെ ആ സ്വർഗാവകാശികളിൽപ്പെട്ട ആളാണ്. ആ സമയത്ത് അദ്ദേഹം കാരക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. കാരക്ക് തിന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പറയുന്നു, ചുണ്ടോടടുപ്പിച്ച് പിടിച്ച ഈ കാരക്ക തിന്നു തീർക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. എനിക്കതിന് മുമ്പേ പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ചുണ്ടോടടുപ്പിച്ച് പിടിച്ച കാരക്ക ദൂരെ വലിച്ചെറിഞ്ഞ് പടപൊരുതി രക്തസാക്ഷിത്വം വരിച്ചുവെന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. സഹോദരന്മാരെ, ഈ ഒരു സ്വർഗത്തിലേക്കാണ് നമുക്കും പോകേണ്ടത്. ഇങ്ങനൊരു യുദ്ധം ചെയ്യണമെന്ന ഒരു സാഹചര്യവും നമുക്കില്ല. പക്ഷെ നമുക്ക് നിർവഹിക്കാനുള്ള ചില ജിഹാദുകളുണ്ട്. ഇന്നത്തെ ജിഹാദ് എന്ന് പറയുന്നത് വൈജ്ഞാനികമാണ്. ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത്
വൈജ്ഞാനികമാണ്. ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ദീന് ദഅവത്ത് നടത്തുക. ഇന്നത്തെ ആയുധമെന്ന് പറയുന്നത്, ഇക്കാലത്തെ ഏറ്റവും അനുയോജ്യമായ ആയുധമെന്ന് പറയുന്നത് തോക്കും ബോംബുമൊന്നുമല്ല. ഏറ്റവും അനുയോജ്യമായ ആയുധമെന്ന് പറയുന്നത് അറിവാണ്. ആ അറിവിന് വേണ്ടി അതിനെ പഠിക്കുന്ന ആ രീതിയിലുള്ള പണ്ഡിതന്മാരെ വളർത്തിക്കൊണ്ടുവരിക. അതിന് ചെറുപ്പത്തിൽ തന്നെ അതിന് പാഠങ്ങൾ നൽകുക, അതിനുള്ള സംസ്കരണങ്ങൾ നൽകുക. അതിനുള്ള കേന്ദ്രമാണ് നമ്മുടെ പള്ളിയും കോളേജുകളും ഒക്കെ. നമ്മുടെ ഈ പള്ളിയിൽ തന്നെ അതിൻ്റെ മദ്രസ വിദ്യാർത്ഥികൾ, ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ധാരാളം ക്ലാസുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരർത്ഥത്തിൽ ജിഹാദിന്റെ ഭാഗമാണ്. ഇക്കാലത്ത് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ജിഹാദാണ്. അതുകൊണ്ട് ഇതിന്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം. 100 രൂപ കൊടുക്കാൻ തീരുമാനിച്ചാണ് നിങ്ങൾ ഇന്ന് പള്ളിയിൽ വന്നിട്ടുള്ളതെങ്കിൽ അത് ഇരട്ടിയാക്കണം. 200 കൊടുക്കാൻ ഉദ്ദേശിച്ചവൻ അത് 400 ആക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് പറഞ്ഞതുപോലെ ദുന്യാവിന് പരിക്കേൽപ്പിക്കാതെ നമുക്ക് സ്വർഗം കിട്ടില്ല. ദുന്യാവിന് പരിക്കേൽപ്പിക്കാതെ നമുക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെലവഴിക്കണം. ശാരീരികമായി സാമ്പത്തികമായ അധ്വാനങ്ങൾ, ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അക്കാര്യം നിങ്ങളുടെ സജീവമായ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി ശ്രദ്ധിക്കുവാനും ജീവിതത്തിൽ ഉടനീളം അത് പാലിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.